കൂടുതലായിട്ട് കറണ്ട് വരുന്നുണ്ട്. ഇതിന് വയറൊക്കെ ഇവിടെ വയറിൽ കറണ്ട് വരുന്നുണ്ടാ. ആ സ്വിച്ചിൽ കറണ്ട് വരുമ്പോഴാണ് വയർ പിന്നുണ്ടാ. ഇങ്ങനത്തെ വയർ പിന്നുണ്ടോ ഇവിടെ? ഇല്ല. അത് വന്നിട്ടാ എന്റെ പറയുന്നത് ഇത് നേരം മാത്രമേ പോകാത്ത കടകൾ നമ്മൾ ഇത് ഇതിന്റെ കയറി സ്വിച്ചൊക്കെ ചെക്ക് ചെയ്തോ? അവിടെ ഞാൻ ഓഫായി 2 വട്ടം പിന്നെ കുത്തിയപ്പോൾ ഒരു വട്ടം ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ഓണായിട്ട് ഓഫായി. പിന്നെ ഞാൻ കോൾ വയർ നോക്കിയപ്പോൾ കോൾ വയറിൽ വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഈ സ്വിച്ച് കിട്ടുമ്പോൾ അപ്പം കാണിക്കുക. ഇതിന് നിങ്ങൾ പിച്ച് പൊളിച്ച് വന്നിരിക്കുന്നു. ഇപ്പം നേരാക്കി തരും. 300 രൂപ തരും. ഷോക്കടിച്ച് കാണണ്ട നിൽക്ക് ഉയരട്ടെ. തോന്നിയതാ സംശയം. കുറെ ദിവസമായിട്ട് പഠിക്കാൻ തുടങ്ങിയിട്ടേ. പിന്നെ എന്തിനെ പഠിക്കാൻ തുടങ്ങിയിട്ട് അന്ന് നിൽക്കുകയാണെങ്കിൽ പ്രശ്നം. ഈ പണി കിട്ടുന്ന സമയത്ത് നിന്നപ്പോഴോ ഇടക്കിടക്ക് നമുക്ക് നിങ്ങൾക്ക് കണ്ടെങ്കിൽ പിന്നെ ഓണാവും. ആ വയറേ ആ വയറിനെത്തിലൂടെ എന്താ പറയാ കെട്ടില്ലാത്ത കാരണം കൊണ്ട് എന്തൊക്കെ ലൂസാണല്ലോ. അതൊക്കെ കെട്ടൊക്കെ തയ്ക്കണ ലൂസാണ്. കെട്ടില്ലാത്ത കാരണം കൊണ്ട് ഞാൻ വെറുതെ ഇരിക്കണം. എന്നെ തന്നെ വന്നിട്ട് സ്വീപ്പാക്കണുണ്ടോ? ഞാൻ ഉണ്ടാതെ ഇരിക്കുന്നത് വയറേ കട്ടി ക്ലിയറാക്കണം. നമ്മൾ ഈ ഇലക്ട്രോണിക്സ് കിട്ടുമോ? ഇതൊന്നും ആയിട്ടില്ലല്ലോ. അത് അവിടെ പൊടി ഇത് കട്ട് ചെയ്ത് ഇതാക്കിയാൽ പോരെ. ഇതെന്താ ഇവിടെ ഇവിടെ എന്താ അതാണ് പോയിട്ട് നമുക്ക് ഇപ്പോൾ അടിച്ചിട്ടാണ് തൽക്കാലത്താണ് കിട്ടും. ഇവിടെ എന്താ കുഴപ്പം? ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവിടെ കുഴപ്പമൊന്നുമില്ല. വയറൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കിയിട്ടൊക്കെ ഇടണം. ഇവിടെ കട്ട് ചെയ്യട്ടെ? ഊജോടെ കട്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല. വയർ വളരെ ചെറുതാക്കിയിട്ട് ഇടണം. ഇതൊക്കെ എന്തിനാ ഊരി കഷ്ണാക്കി വെച്ചിരിക്കുന്നു? അത് ഊരി പോകുന്നാൽ അത് എടുക്കുമ്പോഴേ അത് വിളിച്ചിട്ടുണ്ട്. ഇപ്പൊക്കെ നമ്മൾ മീൻ പഠിക്കാറ്. ഇനി വേറൊരു എനിക്ക് ഇഞ്ചിലുണ്ട്. ഇനി പോയപ്പോഴേക്കാനായിട്ട് നടക്കുക. നമ്മളിതൊക്കെ നമ്മളെ ചെറിയ ചെറിയ നിർമ്മിക്കാതെ നമ്മളെ ചെയ്യും. അവിടെ എന്താ നീ നോക്കാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. എന്ത് എന്താ പറയുക മൾട്ടിമീറ്റർ വില കമ്മിയുള്ള ബാറും ചെയ്യുന്നുണ്ട്. വില കമ്മിയുള്ള ബാറും ചെയ്യുന്നുണ്ട്. വില കമ്മിയിൽ നിങ്ങൾക്ക് ബാറും ചെയ്യാനും വേണം. വില കമ്മിയുള്ളത് എന്താ നോക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാവുന്നോ? ഇല്ല. എന്തെങ്കിലും ഞാൻ പോകും. അങ്ങനെ പറയാൻ പാടില്ല. അങ്ങനെ പറയാൻ പാടില്ല. കുറച്ചാകുമ്പോ ബാറൊക്കെ വളയും നിങ്ങൾ എന്തിനാ മരത്തിന്റെ അടിയിൽ കൊണ്ടിട്ട് വെക്കണേ? അപ്പൊ പുറത്തൊക്കെ മുറിച്ചൊക്കെ മരം വീഴുമ്പോ അതുകൊണ്ടാണ് വളയണേ. മനസ്സിലൊന്നുമില്ല. അന്ന് നീ കണ്ടില്ലേ സ്പീഡ്? അതന്നെ സ്പീഡില്ല. മട്ടിയും പുറകാണിക്കൊക്കെ അത്ര കടുപ്പം വേണ്ടേ? ഞങ്ങൾ ഇനി ഡെവലപ്പ് ആകാണ്. ഇനി ഇവിടെ ഇവിടെ ഇരുന്നിട്ട് അഞ്ച് കിട്ടുന്ന കാര്യമില്ല. ഇല്ലല്ലോ പഴയ കുറെ ഇല്ല. കുടിയേന് 300 എത്ര വരുന്നുണ്ട്? ആണോ? ഇല്ല. അന്റെ അവിടെ ബാർ കവറിന് എത്രടാ? ചെയിൻസോന്റെ ബാർ കവറില്ലേ? ശരി. 300 എത്ര വരുന്നുണ്ട്? റേറ്റ് 350 റുപ്യ. 50 റുപ്യ കൂടുതൽ എത്ര പോയി വാങ്ങിക്കോ. നീക്കണ്ട ഇത് തരണ്ട. നീ പൊളിച്ചിട്ട് ഞാൻ ശരിക്കും അവിടെ ക്ലിപ്പുണ്ടോ? വയറിന്റെ ക്ലിപ്പുണ്ടോന്ന്? വെൽഡിംഗ് മെഷീന്റെ സ്വിച്ചിന്റെ കൊടുക്കില്ല ക്ലിപ്പ്.
അന്തല്ലാത്തെ അന്തല്ലാത്തെ ഇവിടെ കസ്റ്റമർ ഉണ്ട്, ഇവിടെ കസ്റ്റമർ ഉണ്ടോന്ന്. അത് മൈച്ചൊന്നും പോണ്ടടാ. ആര് ഞാൻ 80 മേടി പൊളിച്ചിനെ കാണാൻ വന്നിരിക്കുന്നു. ഗിയർ ബോക്സോ ആ അല്ല ഏത് റബ്ബർ വാഷറാടാ? അതിന്റെ ഉള്ളിലെ റബ്ബർ വാഷർ എടാ മോനെ എവിടെ ഏതിന് മേടിന്ന് പറഞ്ഞേ? സ്വിച്ച് ആ മറ്റേ മുകളിലോ ആർമേച്ചറിന്റെ ഷാഫ്റ്റുമേ എന്റെ അച്ഛന്റെ അച്ചാറ് അത് മെല്ലെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഏത് മെഷീൻ കൂടിയില്ലായതാണ്. അതെന്താ സംഭവം എന്നറിയോ? ഗാർഡ് ജാമയിക്കുന്നു, പാൻ കാർഡ് ജാമയിക്കുന്നോന്ന്. വേറെന്താ റെയിലിട്ട് ഇങ്ങനെ കൂട്ടുക? അത് മുമ്പുണ്ടല്ലോ, അത് മുമ്പന്നെ ഉണ്ടല്ലോ. നമുക്ക് ടൈം ഉണ്ടാവില്ല, കാരണം വരിക നോക്കുക. ഇപ്പൊ എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ നേരിട്ട് വരുമ്പോ ഒന്നല്ലേ കുറെ കറക്കി വരികയാണെങ്കിൽ ഉറച്ച് ലൈവ് എടുത്ത്, അതൊന്നല്ലെങ്കിൽ നേരെ ലൈവ് ഇട്ടിട്ട് ഇതാക്കുക. ഇപ്പൊ ഇതൊക്കെ റെക്കോർഡിങ്ങാ, ഇത് റെക്കോർഡിങ് വേണ്ട ഇന്നെ കൂട്ടിക്കൊണ്ടിരുന്നേ. ആ പണിയെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരാളപ്പുറത്ത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരാളപ്പുറത്ത് നിന്നിട്ട് ഞാൻ പണിയെടുക്കൊണ്ടോന്ന് കത്തിയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒറ്റയ്ക്ക് നക്കണ്ട ആണോ? വേറെ ലെവലിൽ നേരാക്കി വെച്ചു നല്ല മതി കാത്തി. മണ്ണൊക്കെ വെച്ചുണ്ടാക്കി ആരെങ്കിലും നാളെ വന്നിട്ട് ഇവിടെ ഡയലോഗ് പറയണമെങ്കിൽ നല്ല സാധിച്ചു കാണിച്ചിരിക്കാനാണ്. സ്വിച്ചിന് ഗ്യാരണ്ടി ഉണ്ട് ഉണ്ടേ. ആ എന്നാ പോണത് വരെ അത് കഴിഞ്ഞ് പുതിയ ഞാൻ ആദ്യം വന്നിട്ട് സ്ഥലത്ത് ഇപ്പോൾ വിളിച്ചല്ലോ ചെക്കന്, അവന് ഞാനൊക്കെ ഒരുമിച്ച് അങ്ങനെ കുറേ ഉണ്ട്. ഒരു ഗ്യാങ് ഉണ്ട്, ഒരുത്തം പച്ചപ്പാലുണ്ട്, ഒരുത്തം അവിടുന്ന് പണി കുറച്ച് കവലപ്പോൾ പോന്നു. സ്വന്തം അതിന് ഞാൻ തരണേ. പൂവിന്റെ പേരും പറഞ്ഞ് എൻ്റെ അടുത്ത് തല്ലുണ്ടാക്കും, പൂവിന്റെ പേരും പറഞ്ഞ് തല്ലുണ്ടാക്കുന്നു. ഇടക്കിടക്ക് അനുസരിച്ചൊക്കെ തന്നു പോകും. ഇനി 10-30 നിങ്ങൾ നോക്കുക. പോട്ടെ പോട്ടെ ഇതാണ് ഏത് സാധനം.